ആമേൻ. ഹല്ലേലൂയ. മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 17-ാം വാക്യം പ്രകാരം പറയുന്നു, അത് കേട്ട് യേശു അവരോട്, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്രേ വിളിപ്പാൻ വന്നത്. ഹല്ലേലൂയ. ആമേൻ. യേശു കർത്താവ് ഈ ഭൂമിയിൽ ആമേൻ പാപികളെ തേടി അത്രേ വന്നത്. ഹല്ലേലൂയ. ആമേൻ. പാപികളെ രക്ഷിക്കുവാൻ വേണ്ടി. ഹല്ലേലൂയ. മനുഷ്യകുലത്തിൻ്റെ പാപ വിമോചകനായി യേശു ക്രിസ്തുവിനെ ദൈവം മുൻ നിയമിച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെയും നിങ്ങളുടെയും അകൃത്യത്തിൽ നിന്ന് വിടുവിക്കുവാൻ, നാം ചെയ്തു കൂട്ടിയ സകല പാപത്തിൽ നിന്നും വിടുവിക്കുവാൻ ആമേൻ ഹല്ലേലൂയ ഒരു രക്ഷകൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അവൻ്റെ നാമത്തിൽ നമുക്ക് സ്തോത്രം പാപ വിമോചനമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. നോക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. 4 പേർ ചേർന്ന് യേശു ഇരുന്ന ആ ഭവനത്തിന് അരികിലേക്ക് 4 പേർ ചേർന്ന് ഒരു പക്ഷപാതക്കാരനായ രോഗിയെ, ഒരു കിടക്ക രോഗിയെ, അല്ലെങ്കിൽ സ്തോത്രം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ കഴിയാത്ത, പരസഹായം കൂടാതെ സ്തോത്രം തൻ്റെ യാതൊരു ജീവിതത്തിൽ ചെയ്യേണ്ട ആമേൻ സ്തോത്രം ഒരു കാര്യവും മറ്റൊരു പരസഹായം കൂടാതെ ചെയ്യുവാൻ കഴിയാത്ത അവസ്ഥയിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ, പക്ഷപാതക്കാരനായ രോഗിയെ, ഹല്ലേലൂയ, യേശു ഇരിക്കുന്ന ആ ഭവനത്തിന് അരികിലേക്ക് 4 പേർ ചേർന്ന് കിടക്കയോടുകൂടെ ഹല്ലേലൂയ ആമേൻ കൊണ്ടുവരുമ്പോൾ, ഹല്ലേലൂയ ആമേൻ സ്തോത്രം, ഈ 4 ചുമക്കുന്ന ഈ 4 പേരുടെ ആമേൻ കട്ടിലിൻ്റെ 4 വശത്ത് നിൽക്കുന്ന 4 സഹോദരന്മാരുടെ വിശ്വാസത്തെ ഒന്ന് പരിശോധിച്ചാൽ, ഹല്ലേലൂയ ആമേൻ ആഴമേറിയ ഒരു സ്തോത്രം വിശ്വാസത്തിന് ഉടമകളായിരുന്നു ഈ 4 പേർ. ഹല്ലേലൂയ. നോക്കുക. സ്തോത്രം. ഈ രോഗിയെ, ഈ കിടക്ക രോഗിയെ ഞങ്ങൾ യേശുവിൻ്റെ അരികിലേക്ക് ചുമന്നു കൊണ്ട് ചെന്നാൽ ആമേൻ സ്തോത്രം നിശ്ചയമായും ഈ സ്തോത്രം വ്യക്തിക്ക് വിടുതൽ ലഭിക്കും, അല്ലെങ്കിൽ സ്തോത്രം സൗഖ്യം ലഭിക്കും എന്ന പൂർണ്ണമായ വിശ്വാസം ഈ 4 പേർക്ക് ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഈ 4 പേരുടെ വിശ്വാസത്തെ മാനിച്ച കർത്താവ് ആമേൻ സ്തോത്രം ആ മനുഷ്യൻ്റെ സകല പാപങ്ങളും മോചിപ്പിച്ച് അവനെ എഴുന്നേറ്റ് നടക്കുവാൻ കൽപ്പിച്ചു. ഹല്ലേലൂയ. എഴുന്നേറ്റ് നടക്ക എന്ന് കൽപ്പിച്ചു. ഹല്ലേലൂയ. അവൻ സന്തോഷത്തോടുകൂടെ അവൻ എഴുന്നേറ്റ് അവൻ തുള്ളിച്ചാടി എഴുന്നേറ്റ് നടക്കുവാൻ വേണ്ടി തുടങ്ങി. നോക്കുക. സ്തോത്രം. ഹല്ലേലൂയ. അവനെ കിടക്കയിൽ കിടത്തിയത് അവൻ ചെയ്ത പാപമായിരുന്നു. ഹല്ലേലൂയ. അവനെ രോഗിയാക്കി മാറ്റിയത് അവൻ ചെയ്ത പാപമായിരുന്നു. ഹല്ലേലൂയ. അവൻ സ്തോത്രം ഇത്രയും നാൾ ഹല്ലേലൂയ ഈ കിടക്കമേലും അവൻ മറ്റുള്ളവർക്ക് ഒരു ആമേൻ സ്തോത്രം ഒരു സ്തോത്രം ശാപമായി